അതേപോലെ വേദപുസ്തകത്തെ തുച്ഛീകരിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചപ്പോൾ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് പൗലോസിന്റെ മാർഗമാണെന്നും പൗലോസാണ് ക്രിസ്തീയ മാർഗം ഉണ്ടാക്കിയത്, യേശുവിന്റെ മാർഗം ഇതല്ലായിരുന്നു എന്നും അവരെ പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെയുള്ള സഹോദരന്മാരുടെ അറിവിലേക്ക് ഞാൻ പറയട്ടെ, പൗലോസ് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്പോസ്തലന്മാർ ആരോട് പ്രാർത്ഥിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 59-ാം വാക്യം മുതൽ വായിച്ചാൽ കാണാം. 59-ഉം 60-ഉം വാക്യങ്ങളിൽ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 59-ഉം 60-ഉം വാക്യങ്ങളിൽ സ്തേഫാനോസ് എന്ന് പറയുന്നതായ യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ പെടാത്ത 70 പേരിൽ പെട്ടതായ ഒരു ശിഷ്യനെ പൗലോസ് അടക്കം കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആരോടാ പ്രാർത്ഥിച്ചതെന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? അത് ആരോടാ പ്രാർത്ഥിച്ചത്? കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്റെ പ്രാണനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അദ്ദേഹത്തെ കല്ലെറിയുകയും അദ്ദേഹത്തെ പ്രാണനെ വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവൻ ആരോ അവനാണ് ദൈവമെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അത് കേട്ടതായ ശിഷ്യവൃന്ദം യേശുവിനോടാണ് പ്രാർത്ഥിച്ചത്. യേശുക്രിസ്തു തന്നോട് പ്രാർത്ഥിക്കണം, താൻ പ്രാർത്ഥന കേൾക്കും, ഉത്തരം ചെയ്യും എന്നൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ചത് ബൈബിളിലെ 2 കോട്ടിങ്ങാണ്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കുക. യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എങ്ങനെ? നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അപ്പോൾ യേശുക്രിസ്തുവിനോട് അവർ അപേക്ഷിക്കുന്നു, യേശുക്രിസ്തു ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അതുവഴി പിതാവിനാണ് മഹത്വം കിട്ടുക. എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് അപ്പോസ്തലന്മാരും മറ്റുള്ളവരും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് കാര്യങ്ങൾ പറയുകയും യേശുക്രിസ്തു ഇവർക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ യേശുക്രിസ്തു അവരുടെ കാര്യം നടത്തി കൊടുക്കും. അപ്പോൾ യേശുക്രിസ്തു പറയും, ഇത് എൻ്റെ സ്വന്തം കഴിവിൽ നിന്നിട്ടല്ല ഞാൻ ചെയ്യുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് യേശുക്രിസ്തു ചെയ്യുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്, പുത്രനാണ്. എങ്ങനെ? പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടല്ല, നേരെ മറിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ അവർ യേശുവിനോട് പറയുകയും യേശുക്രിസ്തു ആ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയോട് സമർപ്പിക്കുകയും യേശുക്രിസ്തു വഴി അവർക്ക് കാര്യം നടക്കുകയും ചെയ്യുന്നു. എന്നാലോ യേശുക്രിസ്തു പറയും, അത് എൻ്റെ കഴിവല്ല, പിതാവ് ചെയ്യുന്നു. അങ്ങനെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടും. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനോട് ഭൂമിയിൽ വെച്ചിട്ട് ശിഷ്യന്മാർ പറഞ്ഞതിനെക്കുറിച്ചും ഇതുവരെ ഉദാഹരണത്തിന് പലതുണ്ട്. കാറ്റും കോളും വന്ന സമയത്ത് അവർ അത് ശാന്തമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചത്, ആഹാരം നൽകുന്നതിന് വേണ്ടി, അതായത് അവിടെ ഭക്ഷണം തീർന്ന സമയത്ത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത സമയത്തൊക്കെ യേശുക്രിസ്തുവിനെ സമീപിക്കുമ്പോൾ, അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ യേശുവിനെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തു ലാസറിൻ്റെ കാര്യത്തിലും ഒക്കെ ചെയ്തതുപോലെ യേശുക്രിസ്തു ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ആ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നു എന്ന് എനിക്കറിയാം, എങ്കിലും ഈ ജനം നീ എന്നെ അയച്ചു എന്ന് വിശ്വസിക്കേണ്ടതിന് ഞാൻ പറയുന്നു, ലാസറേ പുറത്തു വരിക. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയും യേശുക്രിസ്തു ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും, എന്നാൽ യേശുക്രിസ്തു വഴി നടക്കുന്ന കാര്യങ്ങളുടെ മുഴുവൻ നടത്തുന്നത് മുഴുവൻ ദൈവമാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ളത്. അല്ലാതെ യേശുക്രിസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് നടന്നതാണ്. എന്നാൽ ശിഷ്യന്മാർ വന്ന് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥന പഠിപ്പിക്കാൻ പറഞ്ഞ ഭാഗമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞ് നിരവധി ആവശ്യങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറയുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കാൻ പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. എന്നാൽ ഈ സന്ദർഭം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ജീവിതകാലത്ത് യേശുക്രിസ്തുവിനോട് പറയുകയും യേശുക്രിസ്തു പിതാവിനോട് പറയുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഉള്ളത്. ഇത് എങ്ങനെ ഇച്ചൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ 2 അധ്യായം കൂടെ കഴിയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം, അതേ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഇവർ ഈ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ യേശുക്രിസ്തുവിനോട്
പ്രാർത്ഥിക്കാനാണ് അതുവരെ യേശുക്രിസ്തു പറഞ്ഞതെങ്കിൽ യേശുക്രിസ്തു തുടർന്ന് പറയുന്നതിന് ഇവരെങ്ങനെയായിരിക്കും അർത്ഥം വെക്കുക? കാരണം ഇവിടെ ഉള്ളത് ഇങ്ങനെയാണ്: അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് തരും. ശ്രദ്ധിച്ചോ, ഇവിടെ വരെ പറഞ്ഞത് യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണെന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ ഈ ഭാഗത്തിന് എന്തർത്ഥമാണ് കൊടുക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. അപ്പോൾ എന്ത് മനസ്സിലാവും? യേശുവിനോട് ഇനി ആരും പ്രാർത്ഥിക്കുകയില്ല. പിന്നെ ആരോട് പ്രാർത്ഥിക്കണം? യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട്. എന്തേ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന കഴിവ് അവിടെ കൊണ്ട് തീർന്നു പോയി എന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത്? ആണോ? യേശുക്രിസ്തു എന്നോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ കഴിവ് ഭൂമി വെച്ച് തന്നെ അങ്ങ് തീർന്നു പോയി, ഇനി നിങ്ങളാരും എന്നോട് ചോദിക്കേണ്ട, ഇനി എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ മതി എന്നാണോ അതിനർത്ഥം വെക്കുക? അബദ്ധമല്ലേ നിങ്ങൾ വെച്ചത്? ഇനി കേട്ടോളൂ: അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് തരും. യേശുക്രിസ്തു അല്ല ചെയ്യുന്നത്, ആര് ചെയ്യും? പിതാവ് ചെയ്യും. എന്നിട്ട് കേട്ടോണം, ഇതുവരെയും, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തെ എൻ്റെ വാദം ന്യായീകരിക്കുന്ന വാക്കുകൾ കേട്ടോളൂ. ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. ആരോട് അപേക്ഷിച്ചിട്ടില്ല? പിതാവിനോട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ചിട്ടില്ല. ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുക്രിസ്തുവിനോട് പറയും. യേശുക്രിസ്തു അത് പിതാവിനോട് പറയും. അങ്ങനെ പിതാവ് പുത്രനിൽ മാത്രപ്പെട്ടതിന് ചെയ്തു കൊടുക്കും. യേശുക്രിസ്തു പറയാം, ഇനി ആ കാലം കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്നോട് ചോദിക്കില്ല, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ മതി, പിതാവ് ചെയ്തു തരും എന്ന് യേശുക്രിസ്തു പറയുന്നു. എന്നിട്ട് പറയാണ്, ഇതുവരെ നിങ്ങൾ പക്ഷേ ചോദിച്ചിട്ടില്ല, എന്നാൽ ഇനി വരുന്ന മാറ്റങ്ങൾ എന്താ? അപേക്ഷിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരും. അതിനുശേഷം കുറച്ചുകൂടെ താഴെയായിട്ട് രണ്ട് വാക്യം കൂടെ താഴെ യേശുക്രിസ്തു പറയുന്നു, അന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. ആരോട് അപേക്ഷിക്കും? പിതാവിനോട് അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് പറയുന്നില്ല. രണ്ടാമത് യേശുക്രിസ്തു പറയുന്നു, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കും, എന്നാൽ എന്ത് ചെയ്യില്ല? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് എന്ത് ചെയ്യില്ല? അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കാൻ പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇനി നിങ്ങൾ പിതാവിനോട് ചോദിക്കും. യേശുക്രിസ്തു പറയുന്നത്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. പ്രാർത്ഥന സ്വീകരിക്കുന്നത് പോയിട്ട് മധ്യസ്ഥത പോലും നിൽക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ? നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോട്ടെ എന്നാണോ? അല്ല. കാരണം എന്താ? അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? കാരണം ദൈവം എന്നെ അയച്ചു എന്നും പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അതേപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പിതാവ് തന്നെ എന്ത് ചെയ്തോളും? എൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ പിതാവ് എന്ത് ചെയ്തോളും? നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരും. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞ കാര്യം ഭൂമിയിൽ വെച്ച് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. രണ്ടാമത് യേശുക്രിസ്തു പറഞ്ഞു, ഇനിയൊരു കാലം വരും, അന്ന് നിങ്ങൾ ചോദിക്കത്തില്ല, എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കും. എന്നിട്ട് പറഞ്ഞു, ഇതുവരെ നിങ്ങളത് ചെയ്തിട്ടില്ല, ഇനി നിങ്ങളത് ചെയ്യും. ഇനി മൂന്നാമത്, അതായത് യേശുക്രിസ്തു പ്രാർത്ഥന സ്വീകരിച്ചില്ല, യേശുക്രിസ്തുവിനോട് പറയുകയും യേശു പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. രണ്ട്, ഇനി നിങ്ങൾ ഡയറക്റ്റായിട്ട് പിതാവിനോട് എൻ്റെ നാമത്തിൽ പറയും. അതാണ് നടക്കാൻ പോകുന്നത്. അതായത് ഞാൻ പറയുന്ന ഏർപ്പാട് നിർത്തും, നിങ്ങൾ നേരിട്ട് പറയുന്ന ഏർപ്പാടിലേക്ക് വരും. മൂന്നാമത് യേശുക്രിസ്തു തീർത്ത് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. ചുരുക്കത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം ചെയ്യുമെന്നല്ല ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു പ്രാർത്ഥന സ്വീകരിക്കില്ല, പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. രണ്ട്, മധ്യസ്ഥത വഹിക്കുകയുമില്ല. വളരെ സുന്ദരമായിട്ട് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു. ഇനി എന്താണ് ഈ എൻ്റെ നാമത്തിൽ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അതിനാദ്യം നമ്മൾ ഈ പറഞ്ഞ ഭാഗത്തുള്ള നാമം എന്ന പദം പഠിക്കണം. അത് ഒണോമ എന്ന ഗ്രീക്ക് പദമാണ് അതിനകത്തുള്ളത്. ആ ഒണോമ എന്ന് പറഞ്ഞ പദത്തിന് നൗൺ, ഒരാളുടെ പേര് എന്നല്ല അർത്ഥം. നേരെ മറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തൊക്കെയാണോ ഓർമ്മ വരിക അതെല്ലാം അതിനകത്ത് വരും. അദ്ദേഹത്തിൻ്റെ അധ്യാപനം വരും, അദ്ദേഹത്തിൻ്റെ അതോറിറ്റി വരും, അദ്ദേഹത്തിൻ്റെ റാങ്ക് വരും, അദ്ദേഹത്തിൻ്റെ കമാൻഡ്സ് വരും, ഇങ്ങനെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും എല്ലാം അതിൽ വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നതിന് ക്രൈസ്തവ പണ്ഡിതന്മാർ പോലും അർത്ഥം വെക്കുന്നത് പ്രേ ആസ് ഡിറക്റ്റഡ് ബൈ ജീസസ്. യേശു ക്രിസ്തു എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുവോ അതേപോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കെയർ ഓഫിൽ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ ചോദിക്കുന്നത്.
ഇവിടെ അത് വ്യക്തമായി മനസ്സിലാക്കുന്ന ഭാഗമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു പറയണം, അങ്ങനെ നിങ്ങൾ അപേക്ഷിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കിട്ടില്ല എന്നല്ല, ചെയ്യാതെ തന്നെ കാര്യങ്ങൾ നടത്തിത്തരും. ഇത് യേശുക്രിസ്തു വേറെയും സ്ഥലത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവേ, ഞാനിപ്പോൾ നിൻ്റെ അടുക്കിലേക്ക് വരികയാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ ഞാനത് പറയുകയാണ്, എന്നെ ഇവിടെ നിന്ന് എടുത്തതുപോലെ ഈ ശിഷ്യന്മാരെ ഇവിടെ നിന്ന് എടുത്തുകൊള്ളണമെന്ന് പറയുന്നില്ല. നേരെ മറിച്ചിട്ട് ഇവരെ പിശാചിൻ്റെ ദുഷ്ടതയിൽ നിന്നും നീ അവരെ കാത്തുകൊള്ളണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇവിടെയും യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ഇവിടെ വെച്ച് ഇവരെ സംരക്ഷിച്ചു. എങ്ങനെ സംരക്ഷിച്ചു? പത്രോസിൻ്റെ അടുക്കൽ പറയുന്നു, പത്രോസെ, നിന്നെ പാറ്റിക്കളയേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ചു, ഞാനോ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പിശാച് പത്രോസിനെ നശിപ്പിച്ച് കളയേണ്ടതിന് അല്ലെങ്കിൽ വഴി തെറ്റിക്കുന്നതിന് വേണ്ടി ദൈവത്തിനോട് പോയിട്ട് അനുമതി ചോദിച്ചെങ്കിലും നിന്നെ പിശാചിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിനോട് അപേക്ഷിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നത്, അതുകൊണ്ട് പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നീ അവരെ കാത്തുകൊള്ളണമെന്നാണ് എൻ്റെ അപേക്ഷ. അല്ലാതെ ഇവിടെ വെച്ച് സംരക്ഷിച്ചു ഇനിയും സംരക്ഷിക്കും എന്നല്ല. എന്നതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തേടുമ്പോഴും അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു സംരക്ഷിക്കും എന്നല്ല. ഇത് അല്പം കൂടെ മനസ്സിലാകും അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ നടത്തുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കാണാം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു കാര്യങ്ങൾ നടത്തി കൊടുക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആണോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആ പ്രാർത്ഥനയിൽ എന്ത് റോള് വഹിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും സൃഷ്ടിച്ച നാഥ എന്ന് ദൈവത്തിനെ വിളിച്ചിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ കാണാം, അവിടുത്തെ ദാസനായ ദാവീദ് മുഖാന്തരം അവിടുന്ന് പരിശുദ്ധാത്മനാൽ അരുളി ചെയ്തിരിക്കുന്നു, അങ്ങ് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു എന്നും പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദാസനാണ് യേശുക്രിസ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം, ഇപ്പോൾ കർത്താവെ അവരുടെ ഭീഷണികൾ നോക്കണമേ, അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ അവിടുത്തെ ദാസരെ ബലപ്പെടുത്തണമേ. ശ്രദ്ധിച്ചോ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരുത്തുവാനും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനും അവിടുത്തെ കൈ നീട്ടണമേ. യേശുക്രിസ്തു സഹായിക്കണമെന്നല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടത്തുവാൻ യേശുക്രിസ്തു സഹായിക്കണമെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതെല്ലാം സൃഷ്ടിച്ച നാഥൻ, ആ നാഥൻ്റെ പരിശുദ്ധ ദാസനാണ് യേശു. ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടത്താൻ ആരാ സഹായിക്കേണ്ടത്? യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തു ആരുടെ പരിശുദ്ധ ദാസനാണോ ആ ദൈവമാണ് സഹായിക്കേണ്ടതെന്ന് പറയുന്നു. ഇവിടെ ഞാൻ വളരെ വ്യക്തമായിക്കൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥന ആവശ്യപ്പെടുകയോ സ്വീകരിക്കുമെന്ന് പറയുകയോ ഉത്തരം ചെയ്യുമെന്ന് പറയുകയോ ചെയ്ത വാക്യമല്ല ഇത്. നേരെ മറിച്ചിട്ട് യേശുക്രിസ്തു ഇതൊന്നും ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, ഈവൻ റെക്കമെൻഡ് പോലും ചെയ്യില്ല എന്നാണ് ഈ ഭാഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത് അദ്ദേഹം വളരെ അത്ഭുതത്തോടുകൂടി ഉദ്ധരിച്ച ഭാഗം എന്ന് പറയുന്നത് സ്തേഫാനോസിൻ്റെ സംഭവമാണ്. അത് വളരെ രസകരമായൊരു ഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽ നിന്നും ആദ്യമായി രക്തസാക്ഷിയായ സ്തേഫാനോസ്, ഈ സ്തേഫാനോസിനെ കൊല്ലുന്ന വേളയിൽ അദ്ദേഹം ദർശനം കൊണ്ട് അദ്ദേഹത്തിന് സ്വർഗം തുറന്നിരിക്കുന്നതായിട്ടും അതേപോലെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നതായും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് അങ്ങനെ ദർശനത്തിലൂടെ കണ്ടു. ആ സമയത്ത് അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇവിടെ ക്രൈസ്തവ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ, ചില ട്രാൻസ്ലേഷൻ നടത്തിയ ആളുകൾ ചില തിരിമറികൾ നടത്തിയിട്ട് അവർ പറഞ്ഞു, മുട്ടുകുത്തിയിട്ട് അവരെന്ത് ചെയ്തു? അവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മൂലഭാഷയിൽ നിന്ന് നോക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോക്കുമ്പോൾ സ്തേഫാനോസ് യേശുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ നിങ്ങൾ ഗ്രീക്കിലേക്ക് ഞാൻ എടുത്ത് കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ് ഹോളി ബൈബിൾ, ദ ഗിഡിയൻസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ട്രാൻസ്ലേഷനിൽ ഈ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ 59 കാണാം, ആൻഡ് ദേ സ്റ്റോൺഡ് സ്റ്റീഫൻ, അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു, ആസ് ഹി വാസ് കോളിംഗ് ഓൺ ഗോഡ്, അദ്ദേഹം ദൈവത്തിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, ആൻഡ് സെയിങ്, എന്നിട്ട് യേശുവിനോട് പറഞ്ഞു എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണേ. ദർശനത്തിൽ കണ്ട മുമ്പിൽ നിൽക്കുന്ന യേശു ക്രിസ്തുവിനോട് അദ്ദേഹം സംസാരിച്ചു, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. പക്ഷെ പ്രാർത്ഥിച്ചത് ആരോടാ? അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആസ് ഹി വാസ് കോളിംഗ് ഓൺ ഗോഡ്, അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചത് ദൈവത്തിനോടാണ്. അതിനുശേഷം യേശു ക്രിസ്തുവിനോട് പറയുകയും ചെയ്തു, അല്ലാതെ പ്രാർത്ഥിച്ചത് യേശു ക്രിസ്തുവിനോടല്ല.
യേശു ക്രിസ്തുവിനോടല്ല പ്രാർത്ഥിച്ചത്. ഇനിയും യേശു ക്രിസ്തുവിനോട് സംസാരിച്ചതുകൊണ്ട് പ്രാർത്ഥനയാകുമോ? യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അവിടെ മോശയും ഏലിയാവും യേശു ക്രിസ്തുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കാണാം. അവിടെ ആ സമയത്ത് യേശു ക്രിസ്തു മോശയോട് സംസാരിച്ചിട്ടുണ്ടാവും, ആ സമയത്ത് ഏലിയാവിനോട് സംസാരിച്ചിട്ടുണ്ടാവും. കാരണം ദർശനത്തിൽ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ ആളുകളോട് നേരിട്ട് പറയുന്ന കാര്യങ്ങളെ പ്രാർത്ഥനയായിട്ട് ആരും കൂട്ടാറില്ല. എന്നതുപോലെ തന്നെ സ്റ്റീഫൻ യേശുവിനെ കണ്ടു. ആ കണ്ട അവസ്ഥയിൽ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവുകയില്ല. അത് അഭൗതികമായ ഒരു ചോദ്യമാവുകയില്ല. നേരിട്ട് മുമ്പിൽ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്. നേരെ മറിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചത് ദൈവത്തിനോടാണ് എന്ന് ട്രാൻസ്ലേഷൻ യഥാർത്ഥ രീതിയിൽ ചെയ്ത ആളുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഗ്രീക്ക് മൂലത്തിലോട്ട് പോയാലും ആ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ചെയ്തെടുത്ത് നമുക്ക് ഓൺലൈൻ ഇൻ്റർലീനിയർ ബൈബിളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കാണാം അവർ കോളിംഗ് എന്ന് എഴുതിയതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഗോഡ്. പ്രാർത്ഥിച്ചത് ദൈവത്തിനോടാണ് എന്നിട്ട് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ സ്തേഫാനോസ് എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ തിരഞ്ഞെടുത്ത വ്യക്തിത്വം, അദ്ദേഹം ഒരിക്കലും യേശുവിനോട് പ്രാർത്ഥിച്ചു എന്ന ജോൺസന്റെ വാദം തെളിയുന്നില്ല. എന്നാൽ ഇതിനു മുമ്പ് 3-4 അധ്യായത്തിൽ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ നടത്തിയ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് തോന്നും. എങ്കിൽ അദ്ദേഹത്തിന് ഞാനൊന്ന് വായിച്ചു കൊടുക്കാം. 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അല്ലാതെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യേശു എന്നല്ല പറഞ്ഞത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെ, തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് കാണാം. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം, നേരത്തെ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തോടുള്ള പ്രാർത്ഥന 4-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ കാണാം. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് പറഞ്ഞു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ച നാഥ. ആരാ? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സൃഷ്ടിച്ച നാഥ യേശുവാണോ? തുടർന്നുള്ള ഭാഗം ശ്രദ്ധിച്ചോ. ജനതകൾ രോഷാകുലരായി തീരുന്നതും വംശങ്ങൾ വ്യർത്ഥകാര്യങ്ങൾ നിരൂപിക്കുന്നതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് അവിടുത്തെ ദാസനായ ദാവീദ് മുഖാന്തരം അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തിരിക്കുന്നു. ഇനിയും കേട്ടോളൂ, യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം ശ്രദ്ധിച്ചോളൂ. അങ്ങ് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനതയോടും ഒരുമിച്ച് ഈ നഗരത്തിൽ കൂടി സംഭവിക്കണമെന്ന് അവിടുത്തെ ഭുജബലവും ഇച്ഛയും മുൻ നിയമിച്ചതൊക്കെയും അവർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം, കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ശ്രദ്ധിച്ചോണം. ബൈബിൾ പുതിയ നിയമത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കർത്താവെന്ന് യഥാർത്ഥ ദൈവത്തിനും ട്രാൻസ്ലേറ്റ് ചെയ്തു, കർത്താവെന്ന് യേശുവിനും ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ കർത്താവ് ദൈവമാണോ എന്ന് ചിലർക്ക് സംശയം. ഇനി യഥാർത്ഥ കർത്താവിനെ കർത്താവെന്ന് വിളിക്കുമ്പോൾ അത് യേശുവിനെയാണ് വിളിച്ചതെന്നുള്ള തിരിമറി, ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ കേട്ടോണം, ഇപ്പോൾ കർത്താവേ. അത് യേശുവിനെയാണോ? ശ്രദ്ധിച്ചോ. അവരുടെ ഭീഷണികൾ നോക്കണമേ. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ അവിടുത്തെ ദാസരെ ബലപ്പെടുത്തണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരുത്തുവാനും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനും അവിടുത്തെ കൈനീട്ടണമേ. ഇവിടെയും അപ്പോസ്തലന്മാർ അടിവരയിട്ട് പറയുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും സൃഷ്ടിച്ച നാഥൻ്റെ പരിശുദ്ധ ദാസനാണ് യേശുവെന്ന്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? യേശു ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും അപ്പോസ്തലന്മാർ ഏത് രീതിയിൽ മനസ്സിലാക്കി എന്നാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നത്? വളരെ കൃത്യമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാൻസ്ലേഷൻ്റെ പ്രശ്നവും ഇതിനകത്ത് വരുന്നില്ല. വളരെ കൃത്യമായി കൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ 2 പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയും ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞാൻ ഇവിടെ കാണിച്ചു. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ദാസനാണ് യേശു എന്ന് പറയുന്നു. എന്താ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്? എന്താണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്? യേശു ക്രിസ്തു പറയുന്നത് സ്വീകരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? നിങ്ങളാണ് മാറി ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മനുഷ്യത്വം തെളിഞ്ഞിട്ടുണ്ട്, ദൈവത്വം തെളിയിക്കാൻ കൊണ്ടുവന്ന പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇവിടെ യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല എന്ന് മാത്രം. ഇനിയും അടുത്തതായി ജോൺസൺ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം സ്ഥാപിക്കാനായി പറഞ്ഞ കാര്യം, ദൈവത്തിനു മാത്രമാണ് ജീവൻ കൊടുക്കുവാനും തിരികെ എടുക്കാനുമുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ദൈവമാണ്. അതിന് അദ്ദേഹം തെളിവായി ഉദ്ധരിച്ച ഒരു ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള ഉദ്ധരണിയാണ്. ദൈവത്തിന് കഴിയുന്ന
കാര്യമാണ് കൊടുക്കുന്ന ജീവനെ തിരികെ എടുക്കാൻ കഴിയും എന്നുള്ളത്. ഇവിടെ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അതിനെ കൊടുക്കുകയും ചെയ്യുന്നു, അതിനെ തിരികെ എടുക്കുകയും ചെയ്യുന്നു. കാരണം തനിക്ക് അതിനുള്ള കഴിവുണ്ട്, താൻ സർവശക്തനാണ്, താൻ ദൈവമാണ്, അതുകൊണ്ട് അതിനെ സാധിക്കും. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞു. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് കോട്ടിങ്. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ അത് സ്വമനസ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഇവിടെ ജോൺസണും അതേപോലുള്ള മറ്റ് ക്രൈസ്തവരും വാദിക്കുന്നത്, ഇവിടെ യേശുക്രിസ്തു ആടുകൾക്ക് വേണ്ടി നൽകുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ കുരിശുമരണമാണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താ? ആ യേശുക്രിസ്തുവിന് അങ്ങനെ മരിക്കാനും കഴിയും, അങ്ങനെ സ്വയം ഉയർത്തെഴുന്നേൽക്കാനും സാധിക്കും. അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. അപ്പം യേശുക്രിസ്തു മരിക്കുന്നത് തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ്, അവരർത്ഥം കൊടുക്കുന്നതാണ്. എന്നിട്ടോ ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, അതായത് ആരും ബലമായിട്ട് കൊണ്ടുപോകുന്നതല്ല. പിന്നെയോ യേശുക്രിസ്തു സ്വയമേ അങ്ങോട്ട് മരിക്കുന്നതാണ്. പിന്നെയോ തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിന് 2 അധികാരം അവിടെ ഉണ്ട്. എന്തധികാരമാണ് ഉള്ളത്? ഒന്ന് സ്വയമായിട്ട് ജീവൻ കൊടുക്കാനും 2 സ്വന്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കാനും കഴിവുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ യേശുക്രിസ്തു തന്നെത്താൻ മരിക്കാനും കഴിവുണ്ട്, അതേപോലെ തന്നെ തന്നെത്താൻ ഉയർത്തെഴുന്നേൽക്കാനും കഴിവുണ്ട്. അതിന് തെളിവായിക്കൊണ്ട് ജോൺസൺ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 24 അദ്ദേഹം ആ ഉദ്ധരണി ഇങ്ങനെയാണ് പറഞ്ഞത്: മരണത്തിന് അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നതിന് അസാധ്യമായിരുന്നു. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് സ്വന്തമായിട്ട് ഉയർത്തെഴുന്നേക്കാൻ കഴിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മരണത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള വാക്യം എന്താ? തൊട്ടുമുകളിലുള്ള വാക്യം, ആ 24 എന്ന് പറയുന്ന വാക്യം 2 വാക്യം ചേർന്നതാണ്. അതിലൊരു വാക്യം ഇദ്ദേഹം വായിച്ചു. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ യേശു തന്നെത്താൻ ഉയർത്തെഴുന്നേറ്റു എന്നാണോ എഴുതിയിരിക്കുന്നത്? നോക്കാം. എന്നാൽ ദൈവം മരണപാശങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി ഉയർപ്പിച്ചു. യേശുക്രിസ്തുവിന് തന്നെത്താൻ ഉയർത്തെഴുന്നേറ്റു എന്നൊരു ഭാഗം യേശുക്രിസ്തുവിനെ കുറിച്ച് ശിഷ്യന്മാരാരും പറഞ്ഞില്ല. ഇനി വേറെ സ്ഥലത്ത് കാണാം, 2:32 കാണാം, ഈ യേശുവിനെയാണ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കാണാം, 3:15 കാണാം, എന്നാൽ ദൈവം അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനിയും കാണാം മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇവിടെയൊന്നും യേശുക്രിസ്തുവിന് സ്വയമായി ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുണ്ട് എന്ന് ഇവിടെ ഒരു വാക്യത്തിലുമില്ല. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ബൈബിളിൻ്റെ ഭൂമികയിൽ പോലും, ആ ശിഷ്യന്മാർ രേഖപ്പെടുത്തി എന്ന് പറയുന്ന ബൈബിളിൻ്റെ ഭൂമികയിൽ പോലും യേശുക്രിസ്തുവിന് സ്വന്തമായി ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ജീവൻ കൊടുക്കാനും ഉയർത്തെഴുന്നേൽക്കാനും അല്ല എങ്കിൽ തിരികെ ജീവൻ എടുക്കാനും കഴിവുണ്ട്, അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണ് എന്ന അവകാശവാദമുണ്ട് എന്ന് ജോൺസൺ പറയുന്നത്? അപ്പോൾ ഇവിടെ ആകെ എന്തേ വരുന്നുള്ളൂ? മരിക്കാൻ മാത്രമുള്ള കഴിവേ ഉള്ളൂ. അങ്ങനെ മരിക്കുന്നത് ഒരു കഴിവായിട്ട് കൂട്ടാൻ പറ്റുമോ? ആണോ? മരിച്ചു, ദൈവത്തിൻ്റെ ഒരു കഴിവാണ്, ദൈവത്തിന് മരിക്കാൻ കഴിയും എന്നതുകൊണ്ട് മാത്രം ദൈവമാകുമോ? എന്താണ് ജോൺസൺ പറയാനുള്ളത്? എന്നാൽ എന്താണ് ഇവിടെ യഥാർത്ഥ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അതിന് വേറെ എങ്ങോട്ടും പോകണ്ട. യേശുക്രിസ്തു തന്നെ ഒരു 3-4 വരികൾക്ക് താഴെ യേശുക്രിസ്തു തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആടെന്ന് പറഞ്ഞത്, എന്താണ് യേശുക്രിസ്തു കൊടുക്കുന്ന ജീവൻ, എന്താണ് യേശുക്രിസ്തു തിരിച്ചെടുക്കുന്നത്, എന്താണ് യേശുക്രിസ്തുവിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകാത്തത് എന്നൊക്കെ യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ഈ സംഭവത്തിന് ശേഷം, അതായത് നമ്മുടെ ജോൺസൺ ഉദ്ധരിച്ച യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14 മുതൽ തുടങ്ങുന്ന ഭാഗം 18 വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 വാക്യം കൂടെ കഴിയുമ്പോൾ കാണാം, യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ, 3 അധ്യായമല്ല കേട്ടോ, വെറും 3 വാക്യം താഴെ. യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ മറുപടി പറയാതെ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടു. യേശുക്രിസ്തു പ്രതികരിച്ചു,
ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷി നൽകുന്നു. എന്നിട്ട് യേശുക്രിസ്തു വിശദീകരിക്കുന്ന കേട്ടോളൂ. അവിടെ ആടെന്താണെന്നും യേശുക്രിസ്തു കൊടുക്കുന്ന ജീവൻ എന്താണെന്നും കൊടുക്കുന്ന ജീവൻ വഴി യേശുക്രിസ്തു എന്താണ് തിരിച്ചെടുക്കുന്നതെന്നും ഈ തിരിച്ചെടുത്ത ഒന്നിനെയും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് ഓരോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശുക്രിസ്തു പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ആടെന്ന് പറയുന്നത് ആരാണ്? യേശുക്രിസ്തുവിൻ്റെ വചനം വിശ്വസിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ യേശുവിന് ദൈവം നൽകിയ ആളുകളാണ്. പിന്നെയോ യേശുക്രിസ്തു അവർക്ക് എന്ത് ജീവനാണ് കൊടുക്കുന്നത്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. പിന്നെയോ അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചെടുക്കുന്നത് ആരെയാ? ഈ യേശുക്രിസ്തുവിന് വേണ്ടി വെച്ചിരിക്കുന്ന ആളുകളെയാണ് തെറ്റായ പാതയിൽ നിന്നും യേശുക്രിസ്തു എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തു നിത്യജീവൻ്റെ വചനങ്ങൾ നൽകിക്കൊണ്ട് തിരിച്ചെടുക്കുന്നത്. കാരണം യേശുക്രിസ്തു വന്നത് തന്നെ തെറ്റിപ്പോയ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലേക്കാണ് വന്നതെന്നും അതേപോലെ തന്നെ ഞാൻ പാപികൾക്ക് വേണ്ടിയാണ് വന്നതെന്നും ഒക്കെ യേശുക്രിസ്തു പറഞ്ഞുകൊണ്ട് ഈ പാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചവരെ തിരിച്ച് ശരിയായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു യേശുവിൻ്റെ ദൗത്യം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. തിരിച്ചെടുക്കുന്ന യേശുക്രിസ്തു കൊടുക്കുന്ന നിത്യജീവൻ വഴി എന്ത് ചെയ്യും? ധാരാളം ആളുകൾ എന്ത് ചെയ്യും? വിശ്വാസികളാവും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. പിന്നെയോ അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. ആരെ പിടിച്ചെടുക്കില്ലെന്നാ? യേശുക്രിസ്തുവിൻ്റെ ജീവൻ ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോവില്ല എന്നല്ല ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വഴി വിശ്വസിച്ച ആളുകളെ യേശുക്രിസ്തുവിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അഥവാ യേശുക്രിസ്തു വഴി നിത്യജീവൻ ലഭിച്ച ആളുകളെ പിന്നെ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റില്ല? തട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം പിതാവ് അവരെ സംരക്ഷിക്കും. ഇവിടെ വളരെ വ്യക്തമായി യേശുക്രിസ്തു കൊടുക്കുന്ന ജീവൻ എന്താ? അത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ജീവനല്ല, നിത്യജീവനാണ്. യേശുവിൻ്റെ ആടെന്ന് പറയുന്നത് യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നവരാണ്. തിരിച്ചെടുക്കുന്നത് എന്താണ്? പാപികളായ മനുഷ്യരെയാണ്. ഈ തിരിച്ചെടുക്കുന്ന ആളുകളെ ആരും പിടിച്ചെടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പിതാവിൻ്റെ സംരക്ഷണയിലാണ്. യേശുക്രിസ്തു വളരെ കൃത്യമായി 3 വാക്യത്തിന് താഴെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ജോൺസൺ പറയുന്നത് പോലെ പിതാവ് യേശുക്രിസ്തുവിന് സ്വന്തമായി മരിക്കാനും സ്വന്തമായും ഉയർത്തെഴുന്നേൽക്കാനുമുണ്ട് കഴിവുണ്ടെന്നുള്ള വാദം തെളിയിക്കണമെങ്കിൽ യേശുക്രിസ്തു സ്വയം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണമായിരുന്നു. അതിന് ഉപോത്ബലകമായ യാതൊരു തെളിവുമില്ല. നേരെ മറിച്ചിട്ട് യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നാണ് 3-4 ഭാഗത്ത് ഞാൻ ഉദ്ധരിച്ചെടുത്തും കിടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. പറയുന്നുണ്ട് അതാരാണ്? പിശാച, ശൈത്താൻ, സാത്താൻ, ഇബ്ലീസ്, ലൂസിഫർ എന്നൊക്കെ നമ്മൾ പറയും. അവനെ പല പേരുകൾ നമ്മൾ അറിയപ്പെടുന്നേ. അതിൽ ഒരു പേര് നല്ല പേരാ, സാത്താൻ. ഈ ചെങ്ങായിയുടെ പരിപാടി നിർബന്ധിച്ച ആളുകളിൽ നിന്ന് ആരാധന സ്വീകരിക്കുക എന്നുള്ളതാണ്. നീ എന്നെ ആരാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ തീക്കുണ്ടത്തിലിടും. അപ്പൊ പിന്നെ ആരാധിക്കാണ്ടിരിക്കുക? തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അങ്ങനെ ആരാധന സ്വീകരിക്കുന്നവനല്ല സത്യദൈവം. സത്യദൈവം മനുഷ്യനെ സൃഷ്ടിച്ച എന്താണെന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 3 കാര്യങ്ങൾക്ക്. 1, തോട്ടം കാത്തു സൂക്ഷിക്കുവാൻ. 2, തോട്ടത്തിൽ വേല ചെയ്യുവാൻ. 3, സകലത്തെ മടക്കി വരിക്കുവാൻ. അങ്ങനെ വയ്ക്കപ്പെട്ട മനുഷ്യൻ ഈ സത്യദൈവത്തെ കുറിച്ചുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിൽ വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ അറിയാതെ ഉരുവായി വരുന്ന ഉത്ഭവിക്കുന്ന ഒന്നായിരിക്കണം ആരാധന. മനസ്സിലായോ? ആരാധന എന്ന് പറയുന്നത് നിർബന്ധിച്ചു വാങ്ങിക്കുന്ന ആയിരിക്കരുത്, പിടിച്ചു വാങ്ങിക്കുന്ന ഒന്നായിരിക്കരുത്. ആരാധന എന്നുള്ളത് സത്യദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായിട്ടുള്ളവൻ യേശുക്രിസ്തു മാത്രമാകുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആരാധ്യനായിട്ടുള്ള ആ യേശു ജാതം ചെയ്തപ്പോൾ തന്നെ എന്നെ ആരാധിക്കുമെന്ന് അവൻ പറയുന്നതിന് മുമ്പ് തന്നെ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ, രാജാക്കന്മാർ യേശു ആരാധ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന് അവന്റെ മുമ്പാകെ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് വീണ് അവനെ ആരാധിച്ചു എന്ന് നമ്മൾ കാണുന്നു. യേശു ആരാധന ചോദിച്ചു വാങ്ങിയതല്ല, അവൻ ആരാധ്യനായതുകൊണ്ട് അവനെ ആരാധിച്ചതാണ്. ഇവിടെ ജോൺസൺ 2 വാദങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവം ആരാധന ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആരാധന മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിക്കുന്നു എന്നത് പിശാചിൻ്റെ സ്വഭാവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിനെ അഥവാ മോശ പ്രവാചകനെ ഫറവോൻ്റെ അടുക്കിലേക്ക് അയച്ചപ്പോൾ ഫറവോനോട് പോയി പറയാൻ പറഞ്ഞത്, എൻ്റെ ജനതയെ നീ വിട്ടുതരണം എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി. അവിടെ ദൈവം ആരാധനയ്ക്ക് ഇങ്ങനെ കൊതിച്ചു നടക്കുകയാണ്, അതുകൊണ്ട് ദൈവം പിശാചാണ് എന്ന് ഇദ്ദേഹം പറയുമോ? ഇവിടെ ഫറവോൻ്റെ അടുക്കൽ പോയിട്ട് മോശ പ്രവാചകൻ പോയി പറയുന്നത്,
ആ ജനതയെ വിട്ടുകൊടുക്കണം. കാരണം അവർക്ക് യഹോവയെ ആരാധിക്കണം. ഇനിയോ ആ സമൂഹത്തിന് പിന്നീട് ആരാധനയുടെ ചിട്ടയായ നിയമങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുന്നത് കാണാം. ഇതൊക്കെയും ഇങ്ങനെ ഇനിയും ഈ കാര്യങ്ങൾ, പല കാര്യങ്ങളും, ദൈവത്തിനെ അനുസരണം തുടങ്ങി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമായി ചെയ്തില്ലെങ്കിൽ അവനോട് സ്വീകരിക്കേണ്ട നിലപാടുകൾ പറയുന്നുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാതെ മറ്റൊരു ദൈവത്തിനെ ഒരാൾ ആരാധിക്കാൻ പോയാൽ അവനെ കൊന്നുകളയണമെന്ന് പറയുന്നുണ്ട്. ഇനിയും അങ്ങനെ വേറൊരു നാട്ടിൽ അങ്ങനെ ഒരു അന്യദേവനോടുള്ള ആരാധനാ സംസ്കാരം തുടങ്ങിയാൽ ആ സമൂഹത്തിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് ആ നഗരം ചുട്ടുകളയണമെന്ന് ആവർത്തന പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ആരാധനയ്ക്ക് ആവശ്യപ്പെടുക മാത്രമല്ല, താനല്ലാതെ മറ്റൊന്നിനെ ആരാധിച്ചാൽ ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിരുന്നു യഹൂദ സമൂഹത്തിന് കൊടുത്തിരുന്നത്. ഇതൊക്കെയും ആ ദൈവം പിശാചാണ് എന്നതുകൊണ്ടാണ് എന്ന് നമ്മുടെ ജോൺസൺ അർത്ഥം വെക്കുമോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ യാതൊരു ദൈവഭയവും ഇല്ലാതെ പുലമ്പുന്ന ചില വർത്തമാനങ്ങൾ മാത്രമാണ്. ഇനിയും അദ്ദേഹത്തിന് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് അവിടെ ഒരു ഭാഗം കിട്ടിയിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന വിദ്വാൻമാർ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തു? ആരാധിച്ചു. ഇങ്ങനെ ബൈബിൾ പല ഭാഗത്തും കാണാം. മലയാളം പരിഭാഷകളിലോട്ട് കടന്നാൽ യേശുക്രിസ്തു പല സ്ഥലത്തും യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ വന്ന് പരസ്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആരാധിച്ചു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന കാണാം. എന്നാൽ ചില ബൈബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വണങ്ങി എന്നേ ഉള്ളൂ, അവിടെ ആരാധിച്ചു എന്ന് കാണുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ദൈവത്തിനോട് സമനാക്കുന്നത് കൊണ്ട് നീ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നില്ല, ശരിയാണ്, ഞാൻ ദൈവത്തിനോട് സമൻ തന്നെയാണ്, ഞാൻ ദൈവം തന്നെയാണ്, അതുകൊണ്ട് സ്വർഗീയ മർമ്മങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള വരം ലഭിച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തു അവരെ പുറത്തു തട്ടി അഭിനന്ദിക്കുകയല്ല ചെയ്തത്. എന്നാൽ യേശുക്രിസ്തു അവരെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു. കാരണം അവൻ ആദ്യം മുതലേ അവൻ കൊലപാതകനായിരുന്നു. പിന്നെയോ അവൻ എന്തു പറയുന്നു? അവൻ വ്യാജം പറയുന്നു. വ്യാജം എന്താ പറയുന്നത്? വ്യാജം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരാൾ പറയാത്തത് പറയുക, കളവ് പറയുക.